അപ്പൊ നമുക്ക് ആ പ്രേരിത ഇഎംഎഫ് എന്താണെന്നും പ്രേരിത വൈദ്യുതി എന്താണെന്നും മനസ്സിലായി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ഫ്ലക്സ്. അതെന്താണെന്ന് മനസ്സിലായി. ഇതൊരു കാന്തമാണ്, ബാർ മാഗ്നറ്റ്. നോർത്ത് സൗത്ത്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഓക്കെ, ഇവിടെ സാറ് ഇത്തരമുള്ള ഒരു ചെറിയ ചില്ലെടുക്കുക. ഒരു ചില്ലാണ്, ചില്ലിന്റെ കഷ്ണം. 1 സെന്റിമീറ്റർ നീളം, 1 സെന്റിമീറ്റർ വീതി. ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കി നിങ്ങളെ കാണാം. കണ്ടോ? ഈ ചില്ലിന്റെ കഷ്ണം എടുത്തിട്ട് സാറ് ഇതാണ് ആ ചില്ലിന്റെ കഷ്ണം എന്ന് കരുതുക. ഓക്കെ, ഇതിന്റെ കൂടെ കാണാൻ പറ്റില്ല. ഓക്കെ, ഇതെടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ചു. എത്ര ലൈൻ ഇതിന്റെ ഉള്ളിൽ ഇവിടെ കടന്നുകൊണ്ട്? എത്ര എണ്ണം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ? ഇത് ഒരു ചില്ലിന്റെ കഷ്ണം ആയിരിക്കും. ഇത് നിങ്ങൾ ഇവിടെ കൊണ്ടു നോക്കണെങ്കിൽ എത്ര ലൈൻ കാണാൻ പറ്റും? ഒരെണ്ണം. ഇവിടെ വെച്ചാലോ? ജസ്റ്റ് ഒന്നുകൂടെ നോക്കി. ഇവിടെ വെക്കും. ഒന്നി കൂടുതലില്ലേ? ഇല്ലേ? എത്ര ലൈൻ ഉണ്ട് അതാണ് ഫ്ലക്സ്. ഇവിടെ ഫ്ലക്സ് കൂടുതലാണ്, ഇവിടെ ഫ്ലക്സ് എന്താണ്? കുറവാണ്. ഫ്ലക്സ് മനസ്സിലായോ? എന്താണ് ഫ്ലക്സ് മനസ്സിലായോ? എന്താണ് ഫ്ലക്സ്? മെഷർമെന്റ് ഓഫ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പറയും. അത് ഒരു യൂണിറ്റിൽ എത്ര ലൈൻ പോകുന്നു എന്ന് പറയുന്നതാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ ഈ ലൈൻ തന്നെയല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ്? അതെ. മാഗ്നറ്റിക് ഫ്ലക്സ് സാർ ഇവിടെ എത്രയാണ്? 2. ഇവിടെ എത്രയാണ്? എന്റെ അപ്പൊ കൂടുതൽ. മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെയാണോ കൂടുതൽ അവിടെ ശക്തി കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ 2 അറ്റങ്ങളിലാണ് ഒരു ബാർ മാഗ്നറ്റിന് എന്ത് കൂടുതൽ? ശക്തി കൂടുതൽ. കിട്ടിയോ? ക്ലിയർ ആണോ? യെസ്. ഈ വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള എക്സ്പെരിമെന്റില് ആദ്യം എക്സ്പെരിമെന്റ് നടത്തിയ ഓസ്റ്റർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അന്നത്തെ കാലത്ത് നമ്മളിപ്പോ കപ്പലിലൊക്കെ പോകുമ്പോൾ നോർത്ത് സൗത്ത് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാന്ത എന്താണ് ക്ലോക്ക് ഉണ്ട്, ഒരു മാഗ്നറ്റിക് നീഡിൽ ചെറുത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഒരെണ്ണം നോർത്ത് പോള്, ഒരെണ്ണം എന്താണ് സൗത്ത് പോൾ. ഇതിങ്ങനെ കറങ്ങും. മനസ്സിലായോ? ഇത് നമ്മള് ഇങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞാല് എപ്പോഴും നോർത്തും സൗത്തും ആയിട്ട് നിൽക്കും. മനസ്സിലായോ? തെക്ക് വടക്ക് ദിശയിൽ നിൽക്കും. അപ്പൊ നമുക്ക് കപ്പലിന്റെ ദിശയൊക്കെ അറിയാൻ പറ്റും. നിങ്ങളുടെ സ്കൂളിൽ ലാബിലും ഇതുപോലത്തെ ചെറിയ ഒരു എന്താണ് കാന്ത സൂചി ഉണ്ടാവും, കാന്ത സൂചി. ഓക്കെ, അത് ഇത്രയൊന്നും വലിപ്പില്ല. ശരിക്കും ഒറിജിനൽ വലിപ്പം ഞാൻ കാണിച്ചു തരാം. അത് ഇത്രയും ഉണ്ടാവും. സ്കൂളിൽ ചെന്ന് നോക്കാൻ അത്രയുള്ള ഒരു കാന്ത സൂചി അദ്ദേഹം എടുത്തു. അദ്ദേഹം കാന്ത സൂചി ഇങ്ങനെ വെച്ചു. ഓക്കെ, നോർത്ത് സൗത്ത്. അതിന്റെ അടുത്തേക്ക് ഒരു കാന്ത് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ കാന്തത്തിന് ചുറ്റും എന്തുണ്ട്? കാന്തത്തിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോ ഇത് ഒരു കാന്ത സൂചിയല്ലേ? അപ്പൊ ഇവിടുത്തെ നോർത്തിന് ഇത് നോർത്ത് അട്രാക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ ഇത് ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ സൗത്ത് വന്നു, ഇവിടെ നോർത്ത് വന്നു. ഇവിടെ സൗത്ത് വന്നു, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരും നോർത്ത് വരും. കാരണം ഇത് നോർത്ത് അല്ലേ? അപ്പൊ ഈ സൗത്തിനെ അട്രാക്ട് ചെയ്യും, ഈ സൗത്തിന് നോർത്തിനെ അട്രാക്ട് ചെയ്യും. ഇത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇത് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇതിങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ല, ഈ സൗത്ത് കൊടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറങ്ങിയാൽ പോയി നോർത്താവും. അതായത് ഇതിനെ പൊക്കി എടുത്ത് ഇവിടെ കൊണ്ടു ഇങ്ങനെ വെച്ചു. അപ്പൊ ഓട്ടോമാറ്റിക്കലി സൗത്ത് അട്രാക്ട് ചെയ്യില്ല. ഇതിങ്ങനെ വട്ടം കറങ്ങി ഇപ്പുറത്ത് എന്ത് വരും? നോർത്ത് വരും. കണ്ടോ? അപ്പോ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണെന്നേ. കാന്തത്തിന്റെ അടുത്തേക്ക് ഒരു കാന്ത സൂചി കൊണ്ടുവന്നാൽ അത് ഇങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് കറങ്ങും. കാന്തത്തിനെ അട്രാക്ട് ചെയ്യുമ്പോൾ ചില റിപ്പൽ ചെയ്യും, അതുകൊണ്ട്. എന്നാൽ ഈ കാന്ത സൂചി ഒരു വയർ, സാധാരണ നമ്മുടെ വൈദ്യുതി കിടന്ന വയറിന്റെ അടുത്ത് കൊണ്ടുവന്ന എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? അദ്ദേഹം പരീക്ഷിച്ചു. അദ്ദേഹം ആ കാന്ത സൂചിയുടെ അടുത്തേക്ക് ഒരു സാധാരണ വയർ കൊണ്ടുവന്നു. ഒന്നും സംഭവിച്ചില്ല. ആ വയറിനകത്തേക്ക് അദ്ദേഹം വൈദ്യുതിയെ കടത്തിവിട്ടു. എന്തിനെ കടത്തിവിട്ടു? വൈദ്യുതി. സ്വിച്ച് ആണ്. സ്വിച്ച് ഇങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് കണക്ട് ചെയ്യണം. എന്താ? അല്ലെങ്കിൽ സ്വിച്ചിന് നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. ഓൺ ചെയ്യുമ്പോൾ കുത്തിടാം, ഓഫ് ചെയ്യുമ്പോൾ കുത്തില്ല. കണ്ടോ? ഇങ്ങനെയാണ് സർക്യൂട്ടിൽ സ്വിച്ചിനെ കാണിക്കുന്നത്. നമുക്ക് തൽക്കാലം ഇങ്ങനെ മതി. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഇതിലൂടെ വൈദ്യുതി ഡയറക്ഷൻ പോസിറ്റീവ് എന്ന് കാണിക്കണം. വലിയ വര പോസിറ്റീവ്, ചെറിയ വര എന്താണ്
നെഗറ്റീവ്. മീശമാതിരി പറഞ്ഞ വലിയ വടി ഒന്ന് ചെറിയ വടി ഒന്ന്. വലിയ വടി എന്താണ്, അല്ല വലിയ വര എന്താണ് പോസിറ്റീവ്, ചെറിയ വര എന്താണ് നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്നാണ് ഡയറക്ഷൻ കാണിക്കേണ്ടത്, പക്ഷേ ഇലക്ട്രോൺ ഇവിടുന്ന് പോകുന്നതാണ് ശരിക്കും എന്ത് കറന്റ്. ഇവിടെ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെ കാണിക്കുള്ളൂ? പോസിറ്റീവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺവെൻഷണൽ കറന്റ്. അപ്പൊ പോസിറ്റീവ് ഇങ്ങനെ കറന്റ് ഇങ്ങനെ കടന്നു പോവുകയാണ് ഇതിലൂടെ. അപ്പൊ ദേ ഈ സൂചി കിടന്ന അല്ലെങ്കിൽ ഓജോ ബോർഡിലെ പോലെ അതാ. അപ്പൊ അദ്ദേഹത്തിന് അയ്യോ അതെന്താ വൈദ്യുതി അല്ലേ പോയി, ഇവിടെ കാന്തമൊന്നുമില്ലല്ലോ. അപ്പൊ വൈദ്യുതി കടന്നു പോകുമ്പോ എങ്ങനെ ഇത് കിടന്ന് അനങ്ങുന്നു? അപ്പോ ഈ വയറിന് ചുറ്റും എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി കാന്ത മണ്ഡലം, കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡും കൂടി ഇതിന്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, വൈദ്യുതി കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായാൽ മാഗ്നറ്റ് ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? കാന്തമായി മാറുന്നു. തിരിച്ച് കാന്തം ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മൈക്കൽ ഫാരഡെ ഡൈനാമോ കണ്ടുപിടിക്കുന്നത്. ഡൈനാമോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇലക്ട്രിസിറ്റി എന്താണ്? അദ്ദേഹത്തിന് നമ്മൾ എന്താണ് പറയുക? ഫാദർ ഓഫ് എന്താണ്? ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. കറണ്ടിന്റെ എന്താണ്? പിതാവ്, അപ്പൻ, മൈക്കൽ ഫാരഡെ. അപ്പൊ മൈക്കൽ ഫാരഡെ ചെയ്ത ആ ഒരു പരീക്ഷണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു സോളിനോയിഡാണ്. എന്താണ് സോളിനോയിഡ്? നോക്കൂ, ഈ ഓസ്റ്റഡ് ചെയ്ത പരീക്ഷണം വേറൊരാൾ ചെയ്തത് ഈ പറയുന്ന ഓസ്റ്റഡ് ഇങ്ങനെ വെറുതെ നേരെയല്ല വെച്ചത്, ഇതിനൊന്ന് പൊക്കി വളച്ചു. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത്. വളച്ചു കഴിഞ്ഞപ്പോ കറണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോയി, ഇവിടെ എത്തുമ്പോ കറണ്ട് താഴേക്കാണ് വന്നത്. ഇവിടെ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി, ഇവിടെ ഇതിന് ചുറ്റും എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. രണ്ട് ഡയറക്ഷൻ, ഒരാള് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരാൾ ഇപ്പുറത്തേക്ക്. അപ്പൊ വെറുതെ ഒന്നൊരു വയർ ഇങ്ങനെ വളച്ചപ്പോ 2 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പൊ ഈ വയർ ഒന്ന് 2 പ്രാവശ്യം വളച്ചാലോ ഓരോ വളവിലും ഓരോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? അപ്പൊ എത്രത്തോളം വളയ്ക്കുന്നോ അപ്പൊ അത്രത്തോളം കൂടും മാഗ്നറ്റിക് ഫീൽഡ് എന്തെങ്കിലും കൂടും, മാഗ്നറ്റിന്റെ ശക്തി കൂടും, കാന്തിക മണ്ഡലത്തിന്റെ ശക്തി എന്തെങ്കിലും കൂടും. അത് മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്തു എന്ന് പറയാമോ? അവരൊരു വയറെടുത്ത് വെറുതെ വെച്ചില്ല, ആ വയറെടുത്ത് ഒന്ന് ചുരുട്ടി ഇങ്ങനെ ഇങ്ങനെ കുറെ ചുരുട്ടി. അപ്പൊ അതിനൊരു പേരിട്ടു. അതിന്റെ പേരാണ് എന്ത്? സോളിനോയിഡ്. ഇങ്ങനെ വയറിങ്ങനെ ചുരുട്ടി വെച്ചാൽ അതിന്റെ പേരെന്താണ്? സോളിനോയിഡ്. നിങ്ങൾ മുടി എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടായിരിക്കും. ഉള്ളിൽ നോക്കുമ്പോൾ എന്താണ്? ഒരു ഹോൾ ഉണ്ട് അല്ലേ? അതാണ് എന്ത്? സോളിനോയിഡ്. മനസ്സിലായോ? എന്താ മുടി നിങ്ങളൊന്ന് ഒരു തീപ്പെട്ടി ഒന്ന് കത്തിച്ചു ഇങ്ങനെ അതിനെ കത്തി ഇങ്ങനെ കറങ്ങി വരുന്നത്. അതേപോലെ വേണ്ട പരീക്ഷിച്ചോ. അതുപോലെ നമ്മളിവിടെ വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ വൈദ്യുതി ഇതിലൂടെ ഇങ്ങനെ എന്ന് പോകുന്നത് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് 2 അറ്റമുണ്ട്, ഒരറ്റം ഇത്, ഒരറ്റം ഇത്. ക്ലിയർ ആണോ? ഇവിടെ നിന്ന് നമ്മൾ വൈദ്യുതി കൊടുത്തു, വൈദ്യുതി ഇങ്ങനെ കറങ്ങി ഇപ്പുറത്തേക്ക് പോയി. ഓക്കെ, ഇതാണ് എന്ത്? സോളിനോയിഡ്. ക്ലിയർ? ഓക്കെ, ഈ സോളിനോയിഡ് സാറ് ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ്. അപ്പോ ഇവിടെ കാന്തിക മണ്ഡലം ഉണ്ടായി, ഇവിടെ കാന്തിക മണ്ഡലം എവിടെ ഉണ്ടായി, ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ചുറ്റും ഇതൊരു കാന്തമായിട്ട് മാറും. ഇതെന്തോ ഒരു കാന്തമായിട്ട് മാറും നമ്മളിവിടെ ഇങ്ങോട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെങ്കിൽ. കിട്ടിയോ? അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു കാന്തം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ കാന്തത്തിന്റെ ശക്തി കൂട്ടാൻ വേണ്ടി ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ആണി, ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ശക്തി പിന്നെയും കൂടും. ഇങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? വൈദ്യുത കാന്തം ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി കൊടുത്ത് കാന്തമാക്കാൻ വേണ്ടി കാന്തം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം? അപ്പൊ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ നമുക്ക് ഉണ്ടാക്കണം, ഇവിടെ ഉണ്ടാക്കി വരണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇവിടെ വെച്ചത് ഗാൽവനോമീറ്റർ ആണ്. എന്താണ് ഗാൽവനോമീറ്റർ? ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്ന ഉപകരണമാണ് എന്ത്? ഗാൽവനോമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതെന്തോരമുണ്ട്? ഒരു ബാറ്ററി എടുത്തിട്ട് കുറെ ദിവസം ബാറ്ററി കത്തിക്കുന്നത്, ഇപ്പൊ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ വെറുതെ നോക്കിയാൽ മനസ്സിലാവോ? ഇല്ല. വാങ്ങിച്ചപ്പോ 6 വോൾട്ടേജ് ഉണ്ടായി, ഇപ്പൊ എത്രയാണെന്ന് എങ്ങനെ അറിയും? ആ ബാറ്ററിയുടെ ഒരറ്റവും മറ്ററ്റവും ഈ മീറ്ററുമായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് എന്ത് കാണിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെ കാണിക്കും, സൂചി. നിങ്ങൾ ഒരു പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ മൊബൈലിന്റെ ഏതെങ്കിലും കടയിലൊക്കെ ചെല്ലുമ്പോൾ ആ ചേട്ടന്മാരുടെ കയ്യിൽ ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടാവും. മനസ്സിലായോ? അതിന്ന് ഒരു ചുമപ്പ ഒരു കറുപ്പ കണ്ടോ വയറുണ്ടാവും. കിട്ടിയോ? ആ വയറിന്റെ അറ്റത്ത് ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അവരിങ്ങനെ കണക്ട് ചെയ്തു. അതിനകത്ത് നോക്കൂ എത്രയാണ് വോൾട്ടേജ്. മനസ്സിലായോ? അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്ന ഉപകരണമാണ് എന്ത്? ഗാൽവനോമീറ്റർ. അതിങ്ങനെ വട്ടത്തിലല്ലേ ഇരിക്കണം,
അത് പല പല രീതിയിലാണ്. ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് ഉണ്ടാവും അല്ലോ. അപ്പൊ നമ്മളിവിടെ ഫിഗറിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു വട്ടം വരച്ച് ഒരു ജി എന്ന് കാണിക്കും. ഇതാണ് എന്ത് ഗാൽവനോമീറ്റർ. ഇതിനകത്തൊരു സൂചി ഉണ്ട്. 0 വോൾട്ടേജ്, 10 വോൾട്ടേജ്, 20 അങ്ങനെ വോൾട്ടേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമുക്ക് ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് അറ്റങ്ങൾ തമ്മിൽ എന്ത് വരും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും അല്ലേ? എന്നാലല്ലേ കറണ്ട് പോകുള്ളൂ. അപ്പൊ ഇവിടെ വോൾട്ടേജ് കാണിക്കും, റീഡിങ് കാണിക്കും, കറണ്ട് ഉണ്ടെങ്കിൽ റീഡിങ് കാണിക്കും. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഗാൽവനോമീറ്റർ സെറ്റ് ചെയ്തു, ഒരു എന്തും സെറ്റ് ചെയ്തു, ഒരു സോളിനോയിഡ് സെറ്റ് ചെയ്തു. ക്ലിയർ? പരീക്ഷ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റില് നമ്മുടെ മുന്നിൽ എന്താണുള്ളത്? ഒരു സോളിനോയിഡ് ആണുള്ളത്. ദിസ് ഈസ് എ സോളിനോയിഡ്. ഓക്കെ, ആ സോളിനോയിഡില് നമ്മളൊരു ഗാൽവനോമീറ്ററുമായിട്ട് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ക്ലിയർ? ഈ സോളിന് അടുത്തേക്ക് നമ്മളൊരു കാന്തം കൊണ്ടുവരികയാണ്, നോർത്ത് സൗത്ത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, കാന്തത്തിന് ചുറ്റും എന്തുണ്ട്? കാന്തത്തിന് ചുറ്റും എന്തുണ്ട്? കാന്തിക മണ്ഡലം ഉണ്ട് ഇല്ലേ? എന്താ ഇതാണ് ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എന്തായാലും നമ്മൾ കേറ്റാൻ പോകുന്നത്. ഇവിടെ കൊണ്ട് നിർത്തുമ്പോൾ ഇവിടെ ഗാൽവനോമീറ്റർ സൂചി എന്താണ് അവിടെ തന്നെ നിൽക്കുന്നു, 0-ൽ നിൽക്കുന്നു. ഒരു വ്യത്യാസമില്ല. കാരണം ഇവിടെ വോൾട്ടേജ് ഒന്നും കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല, പുറത്തേക്കല്ലേ. എന്നാൽ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇതിനെ കയറ്റുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ ദി സിറ്റുവേഷൻ. ഇതിന്റെ അകത്തേക്ക് കയറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനെ കട്ട് ചെയ്യില്ലേ? ഇത് വെച്ച് ഈ പറയുന്ന ഈ വരകളെ, ഇത് ഇമാജിനറി ലൈൻ അല്ലേ? ഈ പറയുന്ന കമ്പി, ഈ ചുരുള് ഇതിനെ കട്ടാക്കൂലേ? ഇല്ലേ? കട്ടാക്കൂലേ? മറ്റൊരു തരത്തിൽ പറഞ്ഞ, ഇത് ഈ കമ്പിയിലുള്ള ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് കൊടുക്കുക അല്ലേ? ഇതിങ്ങനെ കട്ടായിട്ട് പിന്നെയും കൂടിച്ചേരും, പിന്നെയും കട്ടായിട്ട് കൂടിച്ചേരും. അപ്പൊ എല്ലാ വളയത്തിലെയും ഇലക്ട്രോൺ പല ദിശയിൽ നിൽക്കണേയിരിക്കും, ഒരു ഫോഴ്സ് കൊടുക്കണം. ഒന്ന് കൂടാൻ പറ്റും. അതിന്റെ പേരെന്താണ്? EMF. അതിന്റെ പേരെന്താണ്? EMF. അപ്പോ ഈ പറയുന്ന കാന്തത്തിന്റെ അകത്തേക്ക് കയറ്റുമ്പോ EMF ഉണ്ടാവും. എന്തുണ്ടാവുന്നു? മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രകാരം മുഖേന ഇവിടെയുള്ള ഇതിനകത്തുള്ള ഇലക്ട്രോൺസുകൾ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. ക്ലിയർ ആണോ സാർ പറയണേ? ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ പിന്നെ അതെന്താ? കറന്റ് ആണ്. എന്താണത്? കറന്റ് ആണ്. അപ്പൊ ആദ്യം EMF ഉണ്ടാവുന്നു. We called it as induced EMF. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ് ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് അല്ലേ? Then ആ ഇൻഡ്യൂസ്ഡ് EMF, പ്രേരിത EMF മൂലം ഇവിടെ ഒരു പ്രേരിത വൈദ്യുതി ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി, ഇൻഡ്യൂസ്ഡ് കറന്റ്. മനസ്സിലായോ? എപ്പോഴാണ് അത് സംഭവിച്ചത്? ഈ കാന്തമാകത്തേക്ക് കയറ്റിയപ്പോൾ. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ അതിന് മുമ്പ് പേരിട്ട് വിളിച്ചു ഫ്ലക്സ്. എന്താണ്? ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ഫ്ലക്സ്. ആ ഫ്ലക്സ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കട്ടിങ് വന്നപ്പോൾ അത് ചേഞ്ച് ആയിപ്പോയി. പിന്നെ കട്ടിങ് വന്നത് പിന്നെയും കൂടി, പിന്നെ അടുത്ത കട്ടിങ് ചേഞ്ച് ആയിപ്പോയി. കണ്ടോ? അങ്ങനെ എപ്പോഴാണോ കട്ടിങ് വരുന്നത്, ചേഞ്ച് വരുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നത്, അപ്പോൾ മാത്രമേ എന്ത് കാണിക്കുന്നുള്ളൂ? റീഡിങ് കാണിക്കുള്ളൂ. അപ്പൊ ഇതും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്താണ് കണക്ഷൻ? മാഗ്നറ്റിക് ഫ്ലക്സ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഒരു ചേഞ്ചിലാണ്. അതിന്റെ ഉള്ളിലേക്ക് നമ്മള് ഒരു കമ്പി ചുരുളിന്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കയറ്റാണ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന് കട്ടായി പോയി, അത് പിന്നെയും കൂടിച്ചേർന്നു. ഈ കട്ടാവുമ്പോൾ അതൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നു, കൂടിച്ചേരുമ്പോഴും ഫോഴ്സ് പ്രയോഗിക്കും അല്ലേ? കൂടിച്ചേരുന്നതിന് ബലം വേണം, കട്ടാവുന്നതിന് ബലം വേണം, വേണ്ടേ? അപ്പൊ ആ രണ്ട് ബലം മൂലം ആ കമ്പിച്ചുരുളിലുള്ള ഇലക്ട്രോണുകളിൽ അവർ ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ആ ഇലക്ട്രോൺ ആണ് ഇവിടെ കറന്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. കിട്ടിയോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഈ ഫോഴ്സ് മൂലമാണ്, ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് മൂലമാണ് മാറ്റം മൂലമാണ് എന്തുണ്ടാവുന്നത്? EMF മൂലമാണ് എന്തുണ്ടാവുന്നത്? ഇൻഡ്യൂസ്ഡ് കറന്റ്. അപ്പൊ ആദ്യം എന്തുണ്ടാവണം? മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തുണ്ടാവണം? ചേഞ്ച് ഉണ്ടാവണം. എപ്പോഴാണ് ചേഞ്ച് ഉണ്ടാവുന്നത്? കാന്തം എന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴല്ലേ കട്ടാവുള്ളൂ, ഇല്ലേ? അതെ. എന്നാൽ ഈ കാന്തം അകത്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ വെച്ചു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇങ്ങനെ, ഇപ്പോഴോ ഇവിടെ വരെ കൊണ്ടുവരുന്ന വരെ സമയത്തൊക്കെ കട്ടായി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ അവരൊക്കെ കൂടി ചേർന്ന് ഇതിന് ചുറ്റും എന്തുണ്ട്? ഇപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ബട്ട് എന്തില്ല? ചേഞ്ച്. എന്തില്ല? ചേഞ്ച്. ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടി കലർന്നു കൂടിയിരുന്നു. ചേഞ്ച് ഉണ്ടോ?
ഇല്ല. അപ്പൊ ഇവിടെ വരെ പോയിരുന്ന സൂചി തിരിച്ച് സീറോയിൽ വരും. There is no change in the magnetic flux. There is no change in the magnetic flux. Voltage is എന്താണ്? Zero. No electricity. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഐഡിയ പഠിച്ചു. ബേസിക് ആയിട്ട് ഒരു കാര്യം പഠിച്ചു. എപ്പോഴാണോ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നത് അപ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? EMF ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവുള്ളൂ. ക്ലിയർ? That phenomenon, ആ പ്രതിഭാസം is known as എന്താണ്? Electromagnetic induction. വൈദ്യുത കാന്തിക പ്രേരണം. എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം? ഒരു കാന്തവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ ഉണ്ടാവുന്ന വ്യതിയാനം ചാലകത്തിൽ ഒരു വൈദ്യുതി പ്രേരിതമാക്കുന്നു. പറയാം, ഒരു കാന്തവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സ്, മനസ്സിലായോ? അതിലുണ്ടാവുന്ന വ്യതിയാനം ചേഞ്ച് ചാലകത്തിൽ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF പ്രേരിതമാക്കുകയും ആ EMFന്റെ ഫലമായി ചാലകത്തിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. മനസ്സിലായോ? Whenever the magnetic flux linked with a magnet changes, it produces an EMF in the circuit or coil. Due to that EMF, induced EMF, electricity is produced. That electricity current is known as induced current. This phenomenon is known as electromagnetic induction. Clear ആണോ സാർ? Whenever the magnetic flux linked with a coil changes, കാന്തിക ഫ്ലക്സ്, കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ എപ്പോഴാണോ മാറ്റം വരുന്നത് അപ്പോൾ കോയിലിൽ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് EMF, പ്രേരിത EMF ഉണ്ടാവുകയും അതിന്റെ ഫലമായി കോയിലിൽ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ്, പ്രേരിത വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസം, കാന്തം ഉപയോഗിച്ച് ഇങ്ങനെ വൈദ്യുതി ഉണ്ടാവുന്ന പ്രതിഭാസം known as എന്താണെന്ന്? Electromagnetic induction. So from this experiment we can prove that only when the magnet moves or magnetic flux changes, the voltage is produced. ഇത് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നത്, അപ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത് വോൾട്ടേജ് ഉണ്ടാവുന്നത്. മൂവ് ചെയ്തുകൊണ്ടല്ല, മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായതുകൊണ്ടാണ് വോൾട്ടേജ്. അത് മാത്രമേ പഠിക്കാവൂ. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുന്നത്? വോൾട്ടേജ് ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് അകത്തേക്ക് കയറ്റിയ ആള് തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും എന്തുണ്ടാവും? ചേഞ്ച് വരും. അപ്പോഴും എന്തുണ്ടാവും? വോൾട്ടേജ് ഉണ്ടാവും. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. നേരത്തെ പോയി ഇങ്ങോട്ടാണെങ്കിൽ ഇപ്പൊ എങ്ങനെ ആയിരിക്കും? ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കും. കിട്ടിയോ? അപ്പൊ ആദ്യത്തെ കേസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, ഒരു ചേഞ്ചും ഇല്ല, മാഗ്നറ്റിക് ഫ്ലക്സിന് വോൾട്ടേജ് ഇല്ല. അകത്തേക്ക് കയറ്റി ചേഞ്ച് വന്നു, വോൾട്ടേജ് വന്നു. അകത്ത് കൊണ്ടുവന്ന് നിർത്തി, ചേഞ്ച് ഇല്ല, വോൾട്ടേജ് ഇല്ല. മനസ്സിലായോ? പുറത്തേക്ക് എടുത്തു, ചേഞ്ച് വന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വോൾട്ടേജ് പോയി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവരാം, അപ്പൊ ചേഞ്ച് ആവും. ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാം, അപ്പൊ ചേഞ്ച് ആവും. ശരിയാണോ? മനസ്സിലായോ? ഇനി ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നപ്പോ ചേഞ്ച് വന്നു, വോൾട്ടേജ് വന്നു. ഇതിന്റെ അകത്തിരിപ്പുണ്ട്. ഇനി രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകാലോ. മനസ്സിലായോ പറഞ്ഞത്? ഇത് നമ്മുടെ സോളിനോട് ഇതിനകത്ത് ഇതാ കയറ്റി വെച്ച് എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകാലോ. മൂവ്മെന്റ് ഉണ്ടാ? ഇല്ല. മൂവ്മെന്റ് രണ്ടുപേരും മൂവ് ചെയ്യുന്നുണ്ട്. എന്തില്ല? ഫ്ലക്സിൽ ചേഞ്ചസ് ഇല്ല. ഫ്ലക്സിൽ ചേഞ്ചസ് ഉള്ളപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ വൈദ്യുതി ഉണ്ടാവുള്ളൂ. ദിസ് എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നോക്കുക, വായിക്കുക, മനസ്സിലാക്കുക. ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ കമ്പി ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, കാന്തത്തിന്റെ ശക്തി കൂട്ടുക. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡ് കൂട്ടാം എന്ന് പറഞ്ഞ് കാണിക്കാം. അപ്പൊ ഭയങ്കരമായിട്ടുള്ള എന്താണ് കാരണം? ഫോഴ്സ് കൂടും. മനസ്സിലായോ? 3 കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. 1, ഇതിന്റെ മൂവ്മെന്റിന്റെ വേഗത കൂട്ടാം. 2, ഇതിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടാം. 3, ഇതിന്റെ കാന്തത്തിന്റെ ശക്തി കൂട്ടാം. മനസ്സിലായോ? ഈ 3 കാര്യങ്ങൾ കൂടിയാൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും കൂടുതലായിരിക്കും. ഇങ്ങനെ കാന്തിക ഫ്ലക്സിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം ചാലകത്തിൽ ഒരു EMF ഉണ്ടാവുകയും ആ EMFന്റെ ഫലമായി അവിടെ ഒരു വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യുന്ന പ്രതിഭാസം വിളിക്കുന്നവരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വായിച്ചു നോക്കുക, പഠിക്കാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ടോപ്പിക് കഴിഞ്ഞു കേട്ടോ.